ഇന്ന് നമുക്ക് നല്ല മധുരമുള്ള പിടിയും ഇച്ചിരി എരിവുള്ള കോഴിക്കറിയും കൂടെ ഉണ്ടാക്കിയാലോ. അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പിടിയും കോഴിയും. നല്ല മൃദുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ കറി തന്നെ അങ്ങ് റെഡിയാക്കിയേക്കാം. അപ്പോൾ ചിക്കൻ കറിക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളൊരു 5-6 വെളുത്തുള്ളിയും ഒരു ഒത്തിരി വലുതല്ല എന്നാലും ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചതച്ചെടുക്കും. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതുകൂടാതെ നമ്മുടെ തിക്ക് ഗ്രേവി തരുന്ന നമ്മുടെ സവോള ഒരു 4 ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നമുക്ക് ചട്ടിയിലൊഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മളിവിടെ സവോളയാണ് വഴറ്റിയെടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് സവോള ഇട്ട് വഴറ്റിയെടുക്കാറ്. ബട്ട് നമ്മൾ ആദ്യം സവോള വഴറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നുള്ളൂ. വേറൊന്നുമല്ല, ആദ്യമേ നമ്മളിട്ട് വഴറ്റിയിട്ട് സവോളയും കൂടി ഇട്ട് വഴറ്റുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിൻ്റെ ആ ഒരു എഫക്റ്റ് പോവും. സോ നമ്മുടെ സവോള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ സവോള അത്യാവശ്യം നല്ല രീതിയിൽ വാടി വരുന്നുണ്ട്. ഇതുപോലെ കുറച്ചുകൂടെ നന്നായിട്ട് വാടണം. ശരിക്കും സവോള എന്തോരം വാടുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുറവ് വാടുമ്പോഴത്തേക്കിന് ഗ്രേവി കുറച്ച് കുറയും. അപ്പോൾ അതനുസരിച്ചുള്ള സവാള നിങ്ങൾ എടുത്തോണം. നമ്മളിവിടെ കുറച്ച് നമ്മൾ അരച്ച് വെച്ചിരുന്നതിനകത്ത് ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തു. എനിക്ക് ഒത്തിരി ഇഞ്ചിയുടെ ഒരു കുത്തലിൻ്റെ ടേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പോയി കഴിഞ്ഞാൽ ഒരു കുത്തലിൻ്റെ ചുവ വരുമല്ലോ. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ യൂസ് അതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പച്ചമുളകും അരച്ചെടുത്തിരിക്കുകയാണ്, പേസ്റ്റായിട്ടാണ് ചേർക്കുന്നത്. കാരണം ഇത് നന്നായിട്ട് ആ മിക്സിലേക്ക് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി ഇത് കഴിയുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ സിമ്പിൾ സ്പൈസി അല്ല സിമ്പിൾ ചിക്കൻ കറിയായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സവാള അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വന്നു. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ചിടാതെ സെപ്പറേറ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഓരോന്നും ചേർക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം നമുക്ക് നമ്മുടെ മുളക് പൊടി തന്നെ ചേർക്കാം. മുളക് പൊടി നമ്മളിവിടെ 2 തരത്തിലെടുത്തിട്ടുണ്ട്. ആദ്യം എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമ്മുടെ മസാലയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ പൊടികളും ഇടുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് അല്ലെ രുചി നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ ശരിക്കും കളറിനായിട്ടും നല്ല എരിവിനായിട്ടുമാണ് നമ്മൾ ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മുളകിനകത്ത് നമ്മുടെ മസാല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പച്ചമണം മാറുന്ന വരെ വഴറ്റി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി, അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഈ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളിപ്പം കറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് അറിയുണ്ടായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ടേബിൾ സ്പൂൺ പറയുന്നുള്ളൂ. പിന്നെ നമ്മളിവിടെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ലൊരു മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് മീറ്റ് മസാലയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ മീറ്റ് മസാലയും എല്ലാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ, ചിക്കനും മീറ്റും ഒക്കെ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ബാക്കി എല്ലാ മസാലകളും ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് ചേർക്കുന്നത്. അപ്പം നമ്മുടെ പൊടി ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മുടെ പൊടികളുടെ പരിപാടി ഇവിടെ തീർന്നു. ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഉപ്പിട്ടോണേ. അവസാനം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് എന്താ പറയുക ഡ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിരുന്നു. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് പുളിക്കായിട്ട് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി നമ്മുടെ മസാലയിലേക്ക് നന്നായിട്ട് പിടിച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകളും ഇട്ട് കൊടുക്കാവേ.
നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 1 കിലോ ചിക്കൻ. അപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. ആ 1 കിലോ ചിക്കൻ നമ്മൾ ചേർത്ത് നമ്മുടെ മസാലകളെല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിനകത്ത് നമ്മളൊരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഒന്ന് നല്ല ചാറായിട്ട് സെറ്റായി കഴിയുമ്പോൾ മാത്രം നമ്മളിതിനകത്തേക്ക് ചാറിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ആ രുചിയൊന്നും മാറിപ്പോവില്ല. പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും പിന്നെ തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ ചേർത്ത അളവിനൊക്കെ ഒരു വ്യത്യാസം വരും. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിൽ തന്നെ നല്ല അത്യാവശ്യം വെള്ളം ഇറങ്ങി. ഇനി നമുക്കിവിടെ നമ്മുടെ 2ാം പാല്, നമ്മൾ തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. കാരണം ചിക്കൻ അത്യാവശ്യം നല്ല രീതി സ്പൈസിയാണ്. അപ്പം നമ്മുടെ പിടിയുടെ കൂട്ടത്തിൽ ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ്, നമ്മൾ ആ എരിവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ്. ഇത് കഴിയുമ്പം ആ ചിക്കൻ 2ാം പാലിനകത്തൊന്ന് ആയി വരുമ്പോൾ നമുക്ക് 1ാം പാലോടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതേ സെറ്റായി. അങ്ങനെ നമ്മുടെ പിടിക്ക് വേണ്ടിയിട്ടുള്ള കോഴിക്കറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് ചാറ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പിടി ഉണ്ടാക്കാം. അപ്പോൾ പിടിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ശകലം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പൊടിയിലേക്ക് ഇതൊഴിച്ച് നമ്മൾ കുഴച്ചെടുക്കണം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഈ കപ്പിന് ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നമ്മുടെ കൊഴുക്കട്ടയുടെയൊക്കെ സെയിം റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ അരിപ്പൊടിയിലേക്ക് നമുക്ക് നമ്മുടെ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഈ ഒരു ടെക്സ്ചറിൽ വരുന്ന മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി എടുക്കണം. ഇതുണ്ടോ, നമ്മളിവിടെ കുഞ്ഞുണ്ടകളാക്കി എടുത്തിട്ടുണ്ട്. വലിയതാകുമ്പോഴത്തേനും നമ്മുടെ കൊഴുക്കട്ടയുടെ സെയിം ഇതിനകത്തേക്ക് ഈ കുഞ്ഞു ഉണ്ടയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ചിക്കൻ കറി കൂട്ടി ഒരു പിടി പിടിക്കണം. ആരേവാ സൂപ്പറാട്ടോ. ഇനി നമുക്കിതിനെ അപ്പച്ചമ്പി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം അല്ലാത്ത ആൾക്കാരുണ്ട് ജസ്റ്റ് ഇതുപോലെ ആദ്യം തൊട്ടേ തേങ്ങാപ്പാലിനകത്ത് തിളപ്പിച്ചെടുക്കുന്നത് ഭയങ്കരമായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ വേവിച്ചതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ പാത്രത്തിനകത്ത് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മളിവിടെ നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് നമ്മുടെ പിടി ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ആ പാല് ശരിക്കും കുറുകിയിട്ടുണ്ട്. ഇനിയും നമ്മൾ കുറേയും കൂടെ തിളപ്പിക്കുന്നില്ല, കാരണം ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് കുറുകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസി വേണോ അത് നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പിടി ഇത് ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിങ്ങൾ ഈ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനില്ലേ, ആ ടൈമിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നാളെ നല്ല ഒരു സിമ്പിൾ ചിക്കൻ റെസിപ്പിയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. അപ്പം നമ്മുടെ പിടിയും കോഴിയും സെറ്റായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഒരു ലൈക്ക് തന്നേക്കണേ. താങ്ക് യു, ബൈ.